ഹായ്, എല്ലാ കൂട്ടുകാർക്കും സണ്ണു ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ഓൾ ന്യൂ റെനോ ട്രൈബറിന്റെ എമോഷൻ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഈ വേരിയന്റിൽ മാത്രമാണ് ട്രൈബറിൽ ഓട്ടോമാറ്റിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്? ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോൾ ബേസ് വേരിയന്റ് ആയ ഒതന്റിക് തൊട്ട് ടോപ്പ് എൻഡ് ആയ ഇമോഷൻ വരെയുള്ള വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾ ന്യൂ റെനോ ട്രൈബർ 2025 അതാണ് ഈ വാഹനം. പഴയ ട്രൈബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് പുതിയത്. ഡിസൈനിലാണെങ്കിലും ഫീച്ചേഴ്സിലാണെങ്കിലും ഒട്ടനവധി മാറ്റങ്ങളാണ് റെനോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ട്രൈബറിൽ നമുക്ക് 4 വേരിയന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒതന്റിക് അതാണ് ബേസ് വേരിയന്റ്, സെക്കൻഡ് വേരിയന്റ് എവല്യൂഷൻ, തേർഡ് വേരിയന്റ് ആയ ടെക്നോ, ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ഇമോഷൻ അതാണ് ഈ വാഹനം. ഈ ഇമോഷൻ ടോപ്പ് എൻഡ് വേരിയന്റിൽ മാത്രമാണ് നമ്മൾക്ക് ഓട്ടോമാറ്റിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കളറാണ്. ഒരു ടെറാക്കോട്ട കളർ എന്നാണ് റെനോ ഇതിനെ പറയുന്നത്. ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു കളർ, അതിൽ ഡ്യുവൽ ടോണും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ് ഈ വാഹനം തരുന്നത്. എനിക്ക് തോന്നുന്നു പുതിയ ട്രൈബറിൽ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു കളറും ഇത് തന്നെയാണ്. വേരിയന്റിലേക്ക് വന്നാലും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റും ഈ ഒരു വേരിയന്റ് ആണ്. കാരണം ഇതിലാണ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെഡ്ലൈറ്റ് യൂണിറ്റിലേക്ക് വന്നാൽ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്കൊരു DRL കൊടുത്തിരിക്കുന്നു, അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് മാത്രം ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ആ ഹെഡ്ലൈറ്റിന്റെ സൈഡിൽ റിനോ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ഗ്രില്ലാണെങ്കിൽ കംപ്ലീറ്റ്ലി ന്യൂ ഫിനിഷിലുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. റെനോയുടെ പുതിയ ലോഗോയും നമുക്ക് നടക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇറങ്ങുന്ന റെനോ കാറുകളിൽ ഈ പുതിയ ലോഗോ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ട്രൈബറിൽ തന്നെയാണ്. ഹുഡിന്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിലും പഴയ ട്രൈബർ കണ്ടവർക്ക് മനസ്സിലാവും ഈ ഹുഡിന്റെ ഈ ഒരു ലൈൻ താഴേക്ക് വരുന്ന രീതിയിലാണ്. ഇതിപ്പോ ഹുഡിൽ തന്നെ എൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ന്യൂ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കോർണറിലായിട്ടൊരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെങ്കിലും ഒരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. താഴേക്ക് വന്നാൽ LED ഫോഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ടോപ്പ് എൻഡിലാണ് വരുന്നത്. അതിനോട് ചേർന്ന് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ഒരു ഹെയർ ഡാമിന്റെ പോർഷൻസിന് കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും ആ ഒരു സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. 182 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലെ ഒരു കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനം എന്ന് വേണമെങ്കിൽ പറയാം. ഈ താഴത്തെ പോർഷൻസ് എല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. പഴയ ട്രൈബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്യൂട്ടായിട്ടുണ്ട്, എന്നാൽ ഒരു അഗ്രസീവ് ലുക്കിങ്ങും ആയിട്ട് മാറിയിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മേജർ ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവുക. വശങ്ങളിൽ നമ്മുടെ വീൽസിന്റെ മീൻസ് അലോയ്സ് പോലെ തോന്നിക്കുന്ന ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ്. ആ വീൽസിന്റെ ഡിസൈൻസിൽ മാറ്റം വന്നിട്ടുണ്ട്. മറ്റ് ഡിസൈൻ കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 185, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. അത് അലോയ്സിന്റെ ലുക്കുള്ള ഒരു വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് റെനോയുടെ പുതിയ ലോഗോ കാണാം. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. അതിന് ചുറ്റും നമുക്കെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിൽ വീൽ ആർച്ചുകൾ കൊടുത്തിരിക്കുന്നു. മിറേഴ്സിലേക്ക് വന്നാൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിംഗ് ആയിട്ടുള്ള മിറേഴ്സും കൂടി അഡീഷണലി വരുന്നുണ്ട്. അപ്പൊ റൂഫിന്റെ കളർ നിങ്ങൾക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ആ ഒരു മിറേഴ്സിന് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കൊടുക്കുമ്പോൾ ഈ വാഹനത്തിലെ ടോപ്പ് എൻഡിലും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ആ ക്ലാഡിങ് നമുക്ക് ആ വീലിനും ചുറ്റും മാത്രമേ കാണാൻ പറ്റുള്ളൂ. താഴെയെല്ലാം നമുക്ക് ആ ഒരു ബോഡി കളർ തന്നെയാണ്. വശങ്ങളിലായിട്ട് നമുക്കൊരു ഫൈബർ പാർട്സ് കൊടുത്തിരിക്കുന്ന കാണാം. അതിനകത്തൊരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാണാൻ ഒരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലാണ് അത് വരുന്നത്. നമുക്ക് ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ്. ഇവിടെ ക്രോം ഫിനിഷോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ടോപ്പിലേക്ക് വന്നാൽ നമുക്കൊരു റൂഫ് റെയിൽ കാണാം. അത് നമുക്ക് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൂഫ് റെയിൽസ് ആണ്. ആന്റിന നോർമൽ ആന്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ റൂഫിന്റെ കളറല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കീ. റെനോക്ക് പേറ്റന്റ് കിട്ടിയിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് റെനോ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കീലെസ് എൻട്രിയുടെ ഫീച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ വാഹനം കീലെസ് എൻട്രി ആണ്. നമ്മൾ വാഹനത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് അൺലോക്ക് ആവുകയും വാഹനത്തിൽ നിന്ന് ദൂരെ പോകുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക് ലോക്ക് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് റെനോ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം കാണാനായിട്ട് പറ്റും. നമ്മൾ വാഹനം ലോക്ക് ചെയ്യുമ്പോൾ മിറേഴ്സ് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് മിറേഴ്സ് ഫോൾഡ് ആവുന്നത് കാണാം. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും വശങ്ങളിൽ നിന്ന് വരുന്നില്ല.
നമുക്ക് ഈ ക്വാർട്ടർ ഗ്ലാസ് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ഈ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. അതിന് ബ്ലാക്ക് ഫിനിഷ് നമുക്കിപ്പോൾ ഈ വാഹനം 50% ടിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സ്പോട്ടി ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലെ ഡിസൈൻ കംപ്ലീറ്റ്ലി ഒരു റീഡിസൈൻ ചെയ്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ടൈബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ലുക്കിംഗ് ആയിട്ട് ഇപ്പോൾ ബാക്കിലെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതിന് എടുത്തു പറയേണ്ട കാര്യം ഈ LED ടെയിൽ ലൈറ്റ് യൂണിറ്റ് തന്നെയാണ്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ വരുന്നില്ല. ഒരു സ്പോയിലറും കൂടി ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിന്റെ നടുക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്ക് ആ റെനോയുടെ പുതിയ ലോഗോ കാണാം. ഈ സെന്റർ പോർഷനിൽ ഇത് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു LED ടൈലൈറ്റിന്റെ രൂപത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് താഴെ സ്റ്റോപ്പ് ലൈറ്റ് അത് ഹാലജനായിട്ടാണ്. അതിന്റെ ടോപ്പിൽ ഇൻഡിക്കേറ്റേഴ്സ് അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ലൈറ്റ് ഇവിടെ ഹാലജനായിട്ട് കാണാം. ആ ടൈലൈറ്റിനകത്ത് നമുക്ക് കുറെ ക്രോം ഇൻസേർട്ടുകൾ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. വശങ്ങളിൽ നോക്കുമ്പോൾ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇവിടെ താഴെ നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാണാം. ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ ഒരു സിൽവർ ഫിനിഷ് നമുക്ക് താഴെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഒരു റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ആ ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്കിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 3 സീറ്റും നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ചെറിയ 2 ബാഗ് വെക്കാനുള്ള സ്പേസ് മാത്രമാണ് എൻ്റെ ബാക്കിൽ വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ വാഹനം ശരിക്കും ഒരു 5+2 സീറ്റർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് 5 സീറ്റർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഈ വാഹനം കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. 7 സീറ്റർ ഉള്ളവർക്കും വളരെ റെയർ ആയിട്ടൊക്കെ 7 സീറ്റർ വെച്ച് അല്ലെങ്കിൽ 7 പേരെ വെച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും ഒരേപോലെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഈ സീറ്റ് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 625 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ഈ സെഗ്മെന്റിൽ നിന്നല്ല മറ്റ് സെഗ്മെന്റിലെ പല വാഹനങ്ങളിലും കാണാത്ത അത്രയും ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ലഭിക്കും. ഇപ്പോൾ 3rd റോയിൽ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം. ചാർജിങ് പോർട്ട് നമുക്ക് ഈ ഒരു വശത്ത് മാത്രമേ കൊടുത്തുള്ളൂ. ആ ഒരു സൈഡിൽ നമുക്ക് ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ സീറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വേറെ പ്രത്യേകിച്ച് ലൈറ്റോ സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്പെയർ വീല് വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഫോർ എ ജോബ് ഡൺ എന്നുള്ള രീതിയിൽ ചെറിയ വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനം ശരിക്കും 7 സീറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 5+2 ആ ഒരു കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് അത് 5 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ബാക്കി സ്പേസ് മൊത്തം നിങ്ങൾക്ക് ലഗേജ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനത്തിന്റെ അടുത്തേക്ക് നമ്മൾ വന്നു. കീ എൻ്റെ പോക്കറ്റിലാണ്. വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആയിട്ടുണ്ട്. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇതിന്റെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വശം ബ്ലാക്ക്, താഴെ ഒരു ഓഫ് വൈറ്റ് ഫിനിഷ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ വൈറ്റ് ഫിനിഷിലാണ് ഡോർ പാഡ്. ഈ ഒരു പോർഷൻ നമ്മൾ കൈ വയ്ക്കുന്ന പോർഷൻസിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ടച്ച് ഒന്നും കൊടുത്തില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. അകത്തെ ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നാൽ സ്പീക്കർ ഗ്രില്ല് കാണാം. ഇവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിന്റെ ഫാബ്രിക് എല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ്. ആ ഇന്റീരിയറിലെ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫാബ്രിക് സീറ്റുകളാണ്. വശങ്ങളിൽ ഒരു ബ്ലാക്കും നടുക്കൊരു ഓഫ് വൈറ്റ് ഫിനിഷും കൊടുത്തിരിക്കുന്നു. ഇത് മാനുവൽ വേരിയന്റ് ആണ്. 3 പെഡലുകൾ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പഴയ ടൈപ്പിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളില്ല. ഇനി നമുക്ക് അകത്തേക്ക് നോക്കാം. ഓൾ ന്യൂ റിനോ ഡ്രൈവർ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷേ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. ഈ ടോപ്പിലെ പോർഷൻസ് മാത്രമാണ് ലെതർ റാപ്പിംഗ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നോർമൽ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൽ നമുക്ക് റെനോയുടെ പുതിയ ലോഗോ കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത്
ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ക്രൂസ് കൺട്രോൾ റെനോയിൽ ഈ പുതിയ അപ്ഡേറ്റിലാണ് അഡീഷണലി ആഡ് ചെയ്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ, ഫോളോ മീ ഹോം ഹെഡ്ലാമ്പിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. വൈപ്പറിൽ റെയിൻ സെൻസിങ് വൈപ്പറും അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണെങ്കിലും ഇതിനകത്തേക്ക് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്യാബിനാണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് ഇപ്പോൾ വരുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് അതിനകത്ത് വരുന്നത്. അത്യാവശ്യം സ്പോട്ടി ലുക്കിംഗ് ഒക്കെ വരുന്ന സ്ക്രീനാണ് വരുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളായിട്ട് നമുക്ക് എഞ്ചിൻ ടെമ്പറേച്ചർ, പിന്നെ ഫ്യൂവലിൻ്റെ ഇൻഫർമേഷൻസ് അങ്ങനെ എല്ലാം അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കത് അതിനകത്ത് ചേഞ്ച് ആവുന്നത് കാണാം. ആവറേജ് ഫ്യൂവൽ, പിന്നെ ട്രിപ്പ് പോലെയുള്ള ഫീച്ചേഴ്സ്, TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് കറക്റ്റായിട്ട് ഓരോ വീലിലും എത്രയാണ് ഏറുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ബേസ് വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ തൊട്ട് ഈ TPMS സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ അറിയാനായിട്ട് പറ്റും. പിന്നെ സർവീസ് ഇൻ്റർവെലിൻ്റെ ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു, ഡിമ്മിങ് കൺട്രോൾസ്, അങ്ങനെ അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ റെനോയുടെയൊക്കെ ഒരു എല്ലാ വാഹനങ്ങളിലും ടോപ്പ് എൻഡ് വേരിയൻറ്റിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുമ്പോൾ, ഈവൻ റേഡിയോ പ്ലേ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്കത് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസൊക്കെ ഉള്ള സ്ക്രീനാണ്. വേറെ ലാഗ് കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇതിനകത്തൊരു ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു ഹാഫ് സ്ക്രീൻ എന്നുള്ള രീതിയിലാണ് റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് പറ്റും. അത് ഫുൾ സ്ക്രീനിലാക്കാനും അതിൻ്റെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ കോർണറിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. വലിയ ക്ലാരിറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഡീസൻറ്റ് ക്ലാരിറ്റി എന്നാണ് പറയാൻ പറ്റുള്ളൂ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസിൻ്റെ പോർഷൻസ് എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ആ AC കൺട്രോളിൽ നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കാണാം. അതിന് താഴെ നമുക്ക് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഡീഫോഗറിൻ്റെ ഒരു ബട്ടൺ, നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. AC വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് ആണെങ്കിലും മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ. നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു കീ. കറക്റ്റ് ആ കീയോ മൊബൈലൊക്കെ വയ്ക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ സെൻട്രൽ മൗണ്ടഡായിട്ടാണ് വരുന്നത്. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. അതിന് താഴെയായിട്ട് ഇപ്പോൾ ഡ്രൈവറിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നതാണ് ഒരു വയർലെസ് ചാർജറിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. ഈ ടോപ്പ് എൻഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ഗ്ലോസി ഫിനിഷും വശങ്ങളായിട്ടുള്ള ക്രോം ഇൻസൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. അതിനോട് ചേർന്ന് തന്നെ ഹാൻഡ് ബ്രേക്ക് കാണാം. ബാക്കിലേക്കുള്ള AC ബ്ലോവർ കൺട്രോൾ ചെയ്യുന്ന ഒരു ബട്ടണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലോ ബോക്സ് അല്ലെങ്കിൽ സെൻറ്ററിലെ ഈ സ്റ്റോറേജ് സ്പേസ് കൂൾഡ് ഫീച്ചറോട് കൂടിയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് 2-3 വാട്ടർ ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസിലി കൂളാക്കാനായിട്ട് പറ്റും. അപ്പോൾ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്രണ്ടിലെ സീറ്റുകൾ എന്തോ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കൊടുത്തു. ബാക്കിലെല്ലാം അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. എയർ ബാഗ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പഴയ ഡ്രൈവറിൽ നമുക്ക് 4 എയർ ബാഗാണ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 6 എയർ ബാഗ് ബേസ് വേരിയന്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVMs മാനുവൽ ഡിമിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. നമുക്ക് അകത്ത് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് LED ആയിട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. പിന്നെ ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ് നമുക്കൊരു ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് അല്ല, ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് തന്നെയാണ്. അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ അതിനകത്തുണ്ട്. 1-2 ബോട്ടിൽ കാര്യങ്ങൾ, പേപ്പർ, പെന്നൊക്കെ വയ്ക്കാനുള്ള സ്പെസിഫിക് സ്പേസും അതിനകത്ത് വരുന്നുണ്ട്. ടോപ്പിൽ നമുക്കൊരു ഗ്ലോ ബോക്സ് കാണാം. നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഡോക്യുമെൻറ്റേഷൻസ് കീപ്പ് ചെയ്യാൻ പാകുന്ന ഗ്ലോ ബോക്സ് നമുക്ക് ടോപ്പിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിൽ ബ്ലാക്ക് ഫിനിഷ്, അതിന് നടുക്കൊരു വുഡ് ട്രീറ്റ്മെൻറ്റ് കാണാം. റെനാൾഡോ ലോഗോ ഒക്കെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ആ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ടോപ്പ് എൻഡ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ എന്ന് നമുക്ക് പറയാം. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വൈഡസ്റ്റ് ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റും. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്.
ഡോർ പാഡ് എല്ലാം ഫുൾ വൈറ്റ് ഫിനിഷിലാണ്. ഈ ഒരു പോർഷൻ മാത്രം ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു റെനോയ്ക്ക് ഒന്ന് മാറ്റായിരുന്നു. ഇപ്പോൾ പല മാനുഫാക്ചറേഴ്സും മാറ്റിയ സംഭവം റെനോ ഇപ്പോഴും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ല് കാണാം. ബാക്കിൽ 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ആണ് വരുന്നത്. ബാക്കിലേക്ക് നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. AC വെൻസ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഈ പില്ലർ മൗണ്ടഡ് ആയിട്ടാണ്. 2 വശത്തും AC വെൻസ് പില്ലർ മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് കൂളിങ്ങിന് കാര്യങ്ങൾക്കൊന്നും ഒരു ഇഷ്യൂ വരുന്നില്ല. ബാക്കിലെ സീറ്റ് നമുക്ക് ഇത്രയും സ്ലാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു സീറ്റുകളാണ്. നമ്മൾ ഈ ഒരു വശത്തുള്ള ലിവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിലി ഇങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് സെന്ററിലേക്ക് വരുന്നത്. അപ്പം ഞാൻ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് ഇപ്പോൾ മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. മാസീവായിട്ടുള്ള ലെഗ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. കാലെല്ലാം അകത്ത് വെറ്റി വെച്ച് സുഖമായിട്ടിരിക്കാം. ബാക്കിലെ സീറ്റിന് സീറ്റ് പോക്കറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെന്റർ ടണൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സുഖമായിട്ട് കാലെല്ലാം വെച്ച് ഇരിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ ഇവിടെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ 2 വശത്തും കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ വാഹനത്തിന്റെ 3rd റോയിലേക്ക് എൻട്രി ആവാനായിട്ട് നമുക്ക് വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഡോർ ഓപ്പൺ ചെയ്ത ശേഷം ഈ സീറ്റാണ് നമ്മൾ ഈ ഒരു ലിവറിൽ നമ്മൾ ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അകത്തേക്ക് കയറാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഈ ഒരു റോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു അഡൾട്ടിന് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഗ് സ്പേസ് കാര്യങ്ങൾക്കെല്ലാം ഒരു ഇഷ്യൂ വരുന്നുണ്ട്. 3rd റോയിലെയും ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. 3rd റോ പാസഞ്ചേഴ്സും നമുക്ക് AC വെൻസ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് AC കാര്യങ്ങൾക്ക് കൺസേൺസ് ഒന്നും തന്നെ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാം. ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3rd റോ ശരിക്കും കംഫർട്ടായിട്ട് വരുന്നത് കിഡ്സിനാണ്. 3 പേർക്കൊന്നും 3rd റോയിൽ ഇരിക്കാനായിട്ട് പറ്റില്ല. 2 പേർക്ക് അല്ലെങ്കിൽ 3 കിഡ്സിന് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഷോർട്ട് റൈഡൊക്കെയാണ് പോകണമെങ്കിൽ എന്നെക്കാളും പൊക്കം 5.5 ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ 3rd റോയിലും അത്യാവശ്യം ദൂരങ്ങളൊക്കെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു ഫുള്ളി 7 സീറ്റർ എന്നുള്ള രീതിയിൽ അല്ലാണ്ട് 5+2 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ്. ഡ്രൈവറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിലെ മറ്റ് മാനുഫാക്ചേഴ്സ് കണ്ടുപഠിക്കേണ്ട രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണ് റെനോയുടെ ഈ ഡ്രൈവറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 21ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ഡ്രൈവർ. ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ വാഹനത്തിന് അകത്ത് കയറുന്ന സമയത്താണ് നമുക്ക് ഫീൽ ചെയ്യും. സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ TPMS. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടായിരിക്കുന്നതിനേക്കാളും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് റെനോന്റെ ഈ ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ റെനോയുടെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 71 BHP ആണ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ. 96 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനെ പറയാൻ പറ്റുള്ളൂ. പലർക്കുള്ളൊരു സംശയമാണ് 5 പേരെ അല്ലെങ്കിൽ 7 പേരെ വെച്ച് കയറ്റം വലിക്കുമെന്നൊക്കെ. അങ്ങനെ യാതൊരു സംശയമില്ല. ഇപ്പോൾ കൊല്ലങ്ങളായിട്ട് നാട്ടിലുള്ള ഒരു എഞ്ചിനാണ്. 7 പേരൊക്കെ വെച്ച് സുഖമായിട്ട് ഈ വാഹനം കയറും. ഇപ്പോൾ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ അത്രയും പവർ നിങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ ഈ സൈസിലുള്ള ഒരു വാഹനത്തിന് വേണ്ട ഡീസന്റ് ഇനഫ് പവർ എന്ന് പറയാം. എനിക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത് റെനോയുടെയൊക്കെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1 ലിറ്റർ ടർബോയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ടർബോ എടുക്കാമായിരുന്നു. ചെറിയൊരു പ്രൈസ് ഡിഫറൻസിൽ ടർബോയും കൂടി വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ വാഹനം ആൾക്കാരിലേക്ക് എത്തിയതിന് എനിക്കിന്നൊരു ഫീൽ ഉണ്ട്. മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ കമ്പനി ക്ലെയിം ചെയ്യുന്നത് 18 km/ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഒരു 13-നും 14 അപ് ടു 15 വരെയൊക്കെ നമുക്ക് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 13-നും 14-നും ഇടയ്ക്കൊക്കെ ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പുതിയ ഡ്രൈവറിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് 4 വേരിയന്റുകളിലാണ് ഈ വാഹനം വരുന്നത്. ടോപ്പ് എൻഡ് ആയ ഇമോഷനിൽ മാത്രമാണ് നമ്മൾക്ക് ഡ്യുവൽ ടോണും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡ്യുവൽ ടോൺ വേരിയന്റ് ആണ്. ഇപ്പൊ ഈ വാഹനത്തിന്റെ ബേസ് വേരിയന്റ് ആയ ഒതന്റിക് എന്ന് പറയുന്ന വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 6,29,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 7,43,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം.
സെക്കൻഡ് വേരിയൻ്റായ എവല്യൂഷനിലേക്ക് വന്നാൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 7,24,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 8,53,000 രൂപ. അതായത് ബേസ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻറ്റും തമ്മിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. തേർഡ് വേരിയൻ്റായ ടെക്നോ വേരിയൻറ്റിലേക്ക് വന്നാൽ ടെക്നോ വേരിയൻറ്റിന് 7,99,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,40,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷൻ എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് നിങ്ങൾക്ക് 8,64,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,15,000 രൂപ. ഈ വാഹനത്തിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ ഇമോഷൻ AMTയിലേക്ക് വന്നു കഴിഞ്ഞാൽ 9,16,000 രൂപയാണ് എൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,75,000 രൂപ. ഇതിൽ ഡ്യുവൽ ടോൺ വേരിയൻ്റ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യുവൽ ടോൺ വേരിയൻ്റ് ആണ്. ഇതാണ് എൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഇതിൻ്റെ മാനുവലിന് ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുവൽ വരുന്ന 8,87,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,42,000 രൂപയും. ഡ്യുവൽ ടോൺ ഓട്ടോമാറ്റിക്കിന് 9,39,000 എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11 ലക്ഷം രൂപയാണ്. 11,02,000 രൂപ. 11 ലക്ഷം രൂപയ്ക്ക് എൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ആ ഒരു ബഡ്ജറ്റിന് ഇത് മസ്റ്റായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ്. ശരിക്കും വാല്യൂ ഫോർ മണിയാണ്. കാര്യം 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 7 സീറ്റർ അവൈലബിൾ അല്ല. ഇപ്പോൾ ഒരു 7 സീറ്റർ വേണം, എന്നാൽ 5 സീറ്ററിന് പോലെ എല്ലാ ഉപയോഗങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം, അത്യാവശ്യം മൈലേജുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായും ഡ്രൈവർ കൺസിഡർ ചെയ്യാം. കാര്യം നിങ്ങളൊരു ഫാമിലിയിൽ ഇപ്പോൾ 7 സീറ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എപ്പോഴും 7 സീറ്ററിൻ്റെ ഉപയോഗം നമുക്ക് വരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വാഹനം 5 സീറ്ററായിട്ട് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. വളരെ റെയർ കേസുകളിൽ 7 സീറ്റർ യൂസ് ചെയ്യേണ്ട സമയത്ത് 7 സീറ്ററായിട്ടും യൂസ് ചെയ്യും. ഇപ്പോൾ 5 സീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. 625 ലിറ്ററിൻ്റെ അടുത്താണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട്സ് കപ്പാസിറ്റി ആ സമയത്ത് വരുന്നത്. നിങ്ങൾക്ക് ഒരു വീട് തന്നെ വേണമെങ്കിൽ ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയ റെനോ ട്രൈബർ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാഹനം എടുക്കുന്നവർക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പെരുമ്പാവൂരുള്ള റെനോ ഷോറൂമിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഒരുവിധം എല്ലാ വേരിയൻറ്റുകളും വാഹനങ്ങളും റെഡി, ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റ് വേരിയൻറ്റുകൾക്ക്, അതായത് കിഡ് ആണെങ്കിലും കൈഗർ ആണെങ്കിലും നിങ്ങൾക്ക് ഓണം ഓഫറുകൾ കാര്യങ്ങളും അവൈലബിൾ ആണ്. അതിന് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.